രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. എന്റെ ജ്യേഷ്ഠന്റെ മകൾക്ക് ജന്മനാ തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത ഏതോ അപൂർവ രോഗമാണ്. എത്ര വൈദ്യന്മാരെ കാണിച്ചിട്ടും ഫലമുണ്ടായില്ല. ശബരിമലയിൽ അഭിഷേകം ചെയ്ത നെയ്യ് 41 ദിവസം തുടർച്ചയായി സേവിച്ചാൽ അസുഖം പൂർണ്ണമായി മാറുമെന്ന് ജോത്സ്യൻ പറഞ്ഞിട്ടുണ്ട്. അതിനായി ഞാൻ പൂജാരിയോട് പറഞ്ഞ് ഇത് പ്രത്യേകം വാങ്ങിവച്ചത്. നല്ല കാര്യം. തീർച്ചയായും ആ കുഞ്ഞിന്റെ അസുഖം മാറും. ഈ ക്ഷേത്ര മാഹാത്മ്യത്തെക്കുറിച്ച് ലോകർക്ക് കാര്യമായി അറിയില്ല. അറിയാവുന്നവർ ദർശനത്തിനായി എത്തുന്നുമുണ്ട്. ഓരോ വർഷവും ഭക്തരുടെ എണ്ണം വർദ്ധിക്കുന്നില്ലേ? കാലം കുറെ കഴിയുമ്പോൾ ലോകം മുഴുവൻ അറിയപ്പെടുന്ന മഹാക്ഷേത്രമായി മാറും ഇവിടെ. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നാ ഇനി നടക്കാം. എന്താകണ, ഇരുട്ടും മുമ്പ് പമ്പ കടക്കണം, അല്ലെങ്കിലേ ബുദ്ധിമുട്ടാകും. ധർമ്മശാസ്താവേ ശരണം, ധർമ്മശാസ്താവേ ശരണം, ധർമ്മശാസ്താവേ ശരണം, ധർമ്മശാസ്താവേ ശരണം. ശ്രീധർമ്മശാസ്താവേ ശരണം ഭഗവാനേ, ശ്രീധർമ്മശാസ്താവേ ഭഗവാനേ, ശ്രീധർമ്മശാസ്താവേ ശരണം ഭഗവാനേ. ഭഗവാനേ, ആരാ നിങ്ങൾ? എവിടെ പോകുന്നു? ഞങ്ങൾ തീർത്ഥാടകരാണ്. ശ്രീധർമ്മശാസ്താവിനെ ദർശിച്ച് മടങ്ങുന്ന വഴിയാണ്. ശാസ്താവ് ആരാണ് അയാൾ? ഉദയനേക്ക് വലിയവനായി ഈ കാട്ടിൽ മറ്റൊരുവനോ? ഈ കാട്ടിലെ ഭഗവാൻ ഞാൻ തന്നെയാണ്. വീര, ഗുപ്ത, ഇവരുടെ കയ്യിലുള്ള എല്ലാം പിടിച്ചു വാങ്ങി പരിശോധിക്കും. അയ്യോ, അത് ഭഗവാന്റെ പ്രസാദമാണ്. അതിക്ക് തരൂ. ഇതിലൊന്നുമില്ല, കുറച്ച് പൂവും പ്രസാദവും മാത്രമേ ഉള്ളൂ. തരൂ. ഇല്ല, ഇത് ഞാൻ തരില്ല. ഇത് ഒഴിച്ച് എന്ത് വേണമെങ്കിലും ഞാൻ തരാം. അത്രയ്ക്ക് വിലപിടിച്ച് എന്താ അതിൽ? ഒന്നോ പവിഴമോ? ഇത് പ്രസാദമാണ്. തരൂ, നോക്കട്ടെ. വല്ലതും പറ്റിയോ? ഉദയനെ എതിർക്കാൻ ധൈര്യമുള്ളവനോ? വെട്ടവന്റെ തല. ധർമ്മശാസ്താവേ, രക്ഷിക്കണേ ഭഗവാനെ. രക്ഷയില്ല, ഓടിക്കോളൂ. അയ്യോ,
എന്തൊരു മായ! നമ്മളിൽ ഒരാളെ പോലും തേനീച്ചകൾ ഉപദ്രവിച്ചില്ലല്ലോ. എല്ലാം ഭഗവാന്റെ കൃപാകടാക്ഷം. ഭക്തരെ ഒരിക്കലും ശ്രീധർമ്മശാസ്താവ് കൈവിടിയുകയില്ല. ഓ, എന്തൊരു വേദന. തേനീച്ച കുത്തിയ തേൻ തേക്കുന്നതാണ് നല്ലത്. എന്ത് തേച്ചാലും ഈ വേദന മാറും തോന്നുന്നില്ല. എന്തു വലിയ തേനീച്ചകളായിരുന്നു അത്. അതെ, അതെല്ലാം നമ്മളെ മാത്രം തെരഞ്ഞു പിടിച്ച് കുത്തുകയായിരുന്നു. അവർ ശാസ്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ വന്ന തേനീച്ചകളായിരുന്നു അത്. ഒരു കല്ലിനും ക്ഷേത്രത്തിനുമെല്ലാം അത്ര ശക്തിയോ? എന്നാ അതൊന്ന് കാണണമല്ലോ. എവിടെയാ ക്ഷേത്രം? ശബരിമലയിലെന്നല്ലേ അവർ പറഞ്ഞത്. നമുക്ക് കണ്ടുപിടിക്കാം. ശക്തിയുള്ള ക്ഷേത്രമാകുമ്പോ വിലപിടിപ്പുള്ള ദ്രവ്യങ്ങളും ഉണ്ടാവും. അതെല്ലാം എടുത്ത് ബാവരുടെ അടുത്ത വരവിന് നമുക്ക് അയാൾക്ക് വിൽക്കാം. പോരെങ്കിൽ മലമുകളിലെ ക്ഷേത്രം നമുക്ക് താവളവുമാക്കാം. നമ്മുടെ കണ്ണുവെട്ട് ചാർക്കും അവിടേക്ക് എത്തിച്ചേരാനാവില്ല. അതുകൊണ്ട് അത്തരമൊരു താവളം എന്നും നമുക്ക് സുരക്ഷ നൽകും. ഈ വേദനയെല്ലാം ഒന്ന് ശമിച്ചിട്ട് പുറപ്പെടുന്നതല്ലേ നല്ലത്. രാവ് പുലരുമ്പോ ഈ വേദനയൊക്കെ ശമിക്കും. നാളെ തന്നെ ശബരിമലയിലെ ശാസ്താക്ഷേത്രം നമ്മൾ സ്വന്തമാക്കിയിരിക്കും. ഇന്ന് നടയടച്ച് നാം ഇറങ്ങും. അടുത്തയാണ്ട് നട തുറക്കുന്നത് വരെ ഈ ക്ഷേത്രവും പരിസരവും കാക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. എല്ലാം വേണ്ട വിധം ശ്രദ്ധിച്ചോളണം. ശരിയബ്ര. ഓടിക്കോ, ഓടിക്കോ വേഗം. ഹേയ്! മറ്റേണതിനെ ഇവിടെ കാണരുത്. മാറി നിൽക്ക്. ഓട്. ആ, ഒന്നിനെ അവിടെ കണ്ടുപോകരുത്. ആ, നോക്കിയോ? വയ്ക്കോ ഇവിടുന്ന്. എന്താ എന്താ ഈ കാണിക്കുന്നത്? ആരാ നിങ്ങൾ? ഞങ്ങൾ ആരോ ആയിക്കോട്ടെ, താനാണോ ഇവിടുത്തെ പൂജാരി? അതെ. എന്നാ തന്നോട് കൂടെ ചേർത്താ പറഞ്ഞത്. മേലാൽ ഈ പരിസരത്ത് കണ്ടുപോകരുത്. ഗുപ്ത, ആ വിഗ്രഹം ഇളക്കി മാറ്റാൻ. അരുത്, ശ്രീകോവിലിനുള്ളിൽ കടക്കരുത്. പാപമാണ്, മഹാപാപം. ഓഹോ, തനിക്ക് മാത്രമേ ഉള്ളിൽ കിടക്കാൻ പാടുള്ളൂ. ഞങ്ങൾ കിടന്നാൽ മഹാപാപം. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. അരുത്, അരുത്, അങ്ങനൊന്നും ചെയ്യരുത്. മാറാ. മാറണോ? അരുത്, അരുത്. മാറാൻ. ഗുപ്ത, വീര, ഇയാളെ പിടിച്ചുകൊണ്ട് മരത്തിൽ തലകീഴെ കെട്ടിത്തൂക്ക്. വന്യമൃഗങ്ങളെ ഭക്ഷിക്കട്ടെ. ഭഗവാനെ, ഇതെന്തൊരു ദുർബുദ്ധി. ഭഗവാനെ, നടക്ക് വേഗം. ഇത്രയും നാൾ ഇങ്ങനെ ഒരു സ്ഥലം നമ്മുടെ കണ്ണിൽ പെടാതെ പോയല്ലോ. ഇവിടം സുരക്ഷിതമാണ്. ഈ കാട്ടിൽ ഒരു ഈച്ച അണങ്ങിയാൽ പോലും നാം അറിയും. ഇനി മുതൽ ഇതാണ് ഉദയനന്റെ താവളം. തമ്പുരാനെ, ഞങ്ങളെപ്പോലുള്ള ഭക്തർ എല്ലാ വർഷവും മുടങ്ങാതെ ദർശനത്തിനായി പോയിക്കൊണ്ടിരുന്ന ശബരിമല ശാസ്താക്ഷേത്രം ആ ഉദയനും കൂട്ടരും താവളമാക്കി മാറ്റി. ഈശ്വര ചൈതന്യം വിളയാടിയിരുന്ന സ്ഥലത്തിപ്പോൾ കൊള്ളക്കാരന്റെ കളിയാട്ടമാണ് നടക്കുന്നത്. അവന്റെ കളിയാട്ടം എന്നേക്കുമായി അവസാനിപ്പിക്കും ഞാൻ.
മന്ത്രി, ഉത്തരവ്. ഇതിനൊരു പരിഹാരം ഉടനടി കണ്ടെത്തിയേ പറ്റൂ. ആകട്ടെ തിരുമനസേ. ഉദയന്റെ വിവരങ്ങൾ ശേഖരിക്കാൻ ഇന്ന് തന്നെ ചാരന്മാരെ നിയോഗിക്കാം. നല്ലത്. നിങ്ങളിപ്പോൾ പോയിക്കോളൂ. നിങ്ങളുടെ മകളെ ഏതു വിധേനയും കണ്ടെത്തി നിങ്ങളെ തിരികെ ഏൽപ്പിക്കും. തിരുമനസേ, എന്താ മന്ത്രിമുഖ്യ? തമ്പുരാൻ ക്ഷമിക്കണം. ഒരു അശുഭ വാർത്തയുമായാണ് അടിയൻ വന്നിരിക്കുന്നത്. എന്തുപറ്റി? അന്വേഷണത്തിന് പോയ ഫൽഗുന്നും ചാരമാരും തിരിച്ചെത്തി. ഉദയനും സംഘവും പിടിച്ചുകൊണ്ടുപോയ നവവധുവായ പെൺകുട്ടിയുടെ ജഡം പിച്ചിച്ചീന്തിയ നിലയിൽ വനാന്തർഭാഗത്തു നിന്ന് കണ്ടെത്തി. ഭഗവാനെ, ശ്രീ പരമേശ്വര, മനുഷ്യനെങ്ങനെ ഇത്രയ്ക്ക് ക്രൂരനാവാൻ കഴിയുന്നു? ആ അച്ഛനും അമ്മയ്ക്കും നാം കൊടുത്ത വാക്ക് പാഴായല്ലോ മന്ത്രിമുഖ്യ. വിധിയെ തടുക്കാൻ നമുക്കാവില്ലല്ലോ തിരുമനസേ. എല്ലാം ഈശ്വര നിശ്ചയമെന്ന് കരുതി സമാധാനിക്കാം. വിധിയെ പഴിച്ചിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് മറവപ്പടയുടെ ശല്യം അവസാനിപ്പിക്കണം. നമ്മുടെ പ്രജകൾക്ക് സ്വൈര്യ ജീവിതം നൽകേണ്ടത് നമ്മുടെ കടമയാണ്. തീർച്ചയായും തമ്പുരാനെ. പക്ഷേ മറവപ്പട നിസ്സാരക്കാരല്ലെന്ന് തമ്പുരാൻ അറിയാലോ. പാണ്ഡ്യദേശത്തു വച്ചേ അവർക്ക് നമ്മോട് ശത്രുതയുണ്ട്. പോരാത്തതിന് നാട്ടുകാരെ കൊള്ളയടിക്കാനെത്തിയ മറവപ്പടയെ നമ്മൾ തുരത്തിയതിന് പകരം വീട്ടാൻ തക്കം പാർത്തിരിക്കുകയാണത്. അങ്ങനെ ചിന്തിച്ച് പ്രതികരിക്കാതിരിക്കാനാവില്ല മന്ത്രിമുഖ്യ. കാട്ടിലൂടെ സഞ്ചരിക്കുന്നവരെ മാത്രമല്ല മറവപ്പട ഉപദ്രവിക്കുന്നത്. അതിർത്തി ഗ്രാമങ്ങളിലും ചില സമയം പട്ടണങ്ങളിൽ കടന്നും അവരുടെ ആക്രമണം ഉണ്ടാകാറുണ്ട്. ഇനിയും കൈയും കെട്ടി നോക്കി നിൽക്കുന്നത് ഭീരുത്വമാണ്. ഉടനെ നമ്മൾ പ്രതികരിക്കണം. നമുക്കവരെ കാട് കയറി ആക്രമിക്കാം. അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ അവർ പതറും. അപ്പോ നമുക്കവരെ പരാജയപ്പെടുത്താം. അതത്ര നിസ്സാര കാര്യമല്ല തമ്പുരാനെ. ഒന്നാമത് മറവപ്പടയ്ക്ക് കാട് സുപരിചിതമാണ്. ഒളിയുദ്ധമാണ് അവരുടെ രീതി. നാം വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ അപകടം സുനിശ്ചിതം. മന്ത്രിമുഖ്യൻ പറഞ്ഞത് തികച്ചും ശരിയാണ്. മനസാക്ഷിയില്ലാത്ത മനുഷ്യരാണവർ. ആപത്തെന്തെങ്കിലും സംഭവിച്ചാ എന്തു ചെയ്യും? നമുക്ക് ഭയമാകുന്നു തിരുമനസേ. ആപത് ശങ്കയാൽ സ്വധർമ്മം മറക്കുന്നത് പാപമാണ് റാണി. നാം തീരുമാനിച്ചു കഴിഞ്ഞു. മന്ത്രി, കൽപ്പിച്ചാലും മറവപ്പടയുടെ അന്ത്യം കാണാൻ പടയൊരുക്കം നടത്തിക്കോളൂ. കൽപ്പന പോലെ തിരുമനസേ. വരൂ റാണി. ഫൽഗുന, ഇതൊരവസരമാണ്.
ഇതോടെ തീരണം പന്തളം മന്നന്റെ രാജഭരണം. എങ്ങനെ? ചതി. അതെ, അവസരം മുതലെടുത്ത് ചതിപ്രയോഗത്തിലൂടെ മഹാരാജാവിനെ ഇല്ലാതാക്കണം. അതിനുവേണ്ടി ഉദയനന്റെ സഹായം തേടേണ്ടി വന്നാൽ അങ്ങനെ. പാണ്ഡ്യദേശത്തു വച്ച് തിരുമല നായ്ക്കൻ ആക്രമണത്തിന് വന്നപ്പോഴേ ഉദയനുമായി നാം സഖ്യത്തിന് ശ്രമിച്ചതാണ്. ഒരു പരിധിവരെ അത് വിജയിച്ചതുമാണ്. പിന്നെന്ത് പറ്റി? രാജ്യം വിടേണ്ടി വന്നില്ലേ? ആശയവിനിമയത്തിന് അവസരമില്ലാതെ പോയി. എന്തായാലും ഈ അവസരം മുതലെടുത്തേ പറ്റൂ. വരൂ, പടയൊരുക്കം നടത്താം. അങ്ങ് പോയി വരുന്നതുവരെ എനിക്ക് ഒരു സമാധാനവുമില്ല. സൂക്ഷിക്കണം. ഭയക്കരുത്. ഭയം ഭീരുവിന്റെ ലക്ഷണമാണ്. അങ്ങനെയായാൽ പരാജയം മാത്രമാകും ഫലം. എങ്കിലും മറവപ്പടയോട് പൊരുതാൻ നമുക്ക് ആൾബലം കുറവല്ലേ? കായിക ബലമുണ്ടല്ലോ. വീറും വാശിയും ആരോഗ്യമുള്ള പടയാളികൾ നമ്മോടൊപ്പം ഉണ്ട്. പിന്നെ ദേശവാസികളും. മറവപ്പടയുടെ തലവനായ ഉദയനൻ കുടിലതയുടെ മൂർത്തിഭാവമാണെന്നാ നാം കേട്ടിരിക്കുന്നത്. അയാൾക്ക് കൊല്ലും കൊലയും നിസ്സാരമാണ്. നാം എന്താ നിസ്സാരക്കാരനാണോ? ആയോധന കലകൾ വേണ്ടുവോളം അഭ്യസിച്ചിട്ടില്ലേ നാം? നെടുവടിപ്പയറ്റും എട്ടുതാരിപ്പയറ്റും ഊഴിക്കടകനും 18 അടവും പഠിച്ച നമ്മോടൊപ്പം പടയാളികളുള്ളപ്പോൾ നാം എന്തിനു ഭയക്കണം? പിന്നെ ശ്രീ പരമേശ്വരന്റെയും മഹാവിഷ്ണുവിന്റെയും അനുഗ്രഹം കൂടി ഏറെ ഉണ്ടല്ലോ നമുക്ക്. ഒരാൾക്ക് വലുതാകാം, ചെറുതാകാം. അവനവന്റെ ഇച്ഛയാണ് പ്രധാനം. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദോ ശാസ്താരം പ്രണമാമ്യഹം. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണു ശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദ നിരതം ശാസ്താരം പ്രണമാമ്യഹം. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം സർവവിഗ്രഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമഃ. അസ്മത്കുലേശ്വരം ദേവം അസ്മത് ശത്രു വിനാശനം അസ്മദിഷ്ട പദാതാരോ ശാസ്താരം പ്രണമാമ്യഹം.
കേശവംശതിലകം കേരളേ കേളി വിഗ്രഹം ആർത്തത്രാണവരം ദേവം ശാസ്താരം പ്രണമാമ്യഹം ഹരിവരാസനം സ്വാമി വിശ്വമോഹനം ഹരിതീശ്വരം സ്വാമി ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം സ്വാമി നിത്യനർത്തനം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ പഞ്ചാത്രീശ്വരമംഗളം ഹരിഹര പ്രേമകൃതി മംഗളം പിഞ്ചാലങ്കൃതമംഗളം പ്രണമതാം ചിന്താമണൈ മംഗളം പഞ്ചാശധ്വജമംഗളം ത്രിജഗദാമാധ്യപ്രഭോ മംഗളം പഞ്ചസ്തോപമംഗളം